പിന്നെ ഇന്ത്യൻ എക്കോണമിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വീട്ടിലുണ്ടാവുന്ന 10 പേരുടെ കയ്യിൽ ഇന്ത്യൻ എക്കോണമി ഒതുങ്ങുക. അങ്ങനെ വേണോ വേണ്ടത്? അദാനിയും അംബാനിയും മാത്രമാണ്. എല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്താ ജനങ്ങൾക്കുള്ള കൺട്രോൾ? അത്ര അഭിപ്രായത്തിൽ എനിക്ക് യോജിപ്പില്ലാത്ത ആളാണ്. ഈ ജനം തന്നെ സഫർ ചെയ്യേണ്ടി വരും. ലുലൂസ് മാള് വന്നു, സന്തോഷമാണ് നമുക്കല്ല. പക്ഷെ അതോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിന് ചുറ്റും കൂട്ടിയ ചെറിയ കടകൾ ചെറുതൊന്നുമില്ല. വിദർശിങ്കിലേക്ക് അദാനി ഗ്രൂപ്പും മറ്റു പ്രൈവറ്റ് ആളുകൾ വരുന്നു. തകരുന്നാലാ കൊച്ചു കൊച്ചു ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. മാഷിന് ഓർമ്മയുണ്ട് ഇപ്പോൾ കേരളയിൽ എത്രയായിരിക്കും പ്രോജക്ട് കോസ്റ്റ്? ഇപ്പോൾ അത് മനസ്സിലുണ്ടാവില്ല വേണം അല്ല, ഏതാണ്ട് എത്ര കോസ്റ്റ് വരുന്നത്? 1 lakh crores. 1 lakh crores ഉണ്ട്. അതെ, 1 lakh crores വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ്. പക്ഷെ 1 lakh നമ്മൾ വലിയൊരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഉണ്ട് ആ ഫണ്ടെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കുണ്ടത് കിട്ടാനായിട്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്. കൊച്ചിൻ മെട്രോയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ മെട്രോ വന്നപ്പോൾ ഈ ഫണ്ട് എവിടെ വരുമെന്ന് ചോദിച്ചില്ലേ? വേണ്ട, CIL ഫണ്ട് എവിടെ നിന്നാ വന്നേ? സിയാലിന്റെ ഫണ്ട് പിന്നെ പബ്ലിക് അന്ന് ഫണ്ട് ഒന്നും ഇല്ലല്ലോ. ഗവൺമെന്റ് സ്റ്റേക്ക് ലാൻഡ് ആയിട്ട് പോയെന്നോ പല മാർഗങ്ങളുണ്ടാവും. അപ്പം അല്ലാതെ ഇത് ഒന്നും കയ്യിൽ വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതിൻ്റെതായ ബോറോയിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ കേരള ഫിനാൻസിലേക്ക് പ്രത്യേകിച്ച് അതിപ്പോൾ മാഷിനോട് ചോദിക്കേണ്ട ഇൻറ്റേർണൽ ഇഷ്യൂ ആണ് ഇവിടുത്തെ. പക്ഷെ അതൊരു ശരിക്കും ഒന്ന് ഇടിച്ചു നിൽക്കണ മാതിരിയാണ് നിൽക്കുന്നത് ഇപ്പോൾ. കാരണം ഇതിൻ്റെ ഞാൻ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ട് വരുന്ന കാലഘട്ടത്തിൽ പ്രതിസന്ധികളുണ്ട്. ഈ പിന്നെ ട്രഷറി പൂട്ടിയ കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ട്രഷറി പൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നടപടികളെടുത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് പുതിയ സംഭവമൊന്നുമല്ല. ഒരു ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടാവും. പരിഹാരം ഉണ്ടാക്കി. മെട്രോ നമ്മളിപ്പോൾ കൊച്ചിൻ കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് ഓഫ് കൊച്ചിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, ട്രിവാൻഡ്രം കോഴിക്കോടും നമുക്ക് നടത്താം. അതൊരു പ്രപ്പോസൽ ഉണ്ടല്ലോ. പ്രപ്പോസലുണ്ട് മുമ്പിലേക്ക്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിജയമാണല്ലോ ഈ കോഴിക്കോടും തിരുവനന്തപുരത്തും വരണമെന്ന് നമുക്ക് ഒരു ആവേശമായിട്ട് മാറിയിരിക്കുന്നത്. കൊച്ചി ജയിച്ചിരിക്കുന്നു, അതും കൂടി വിജയപ്രദമായിരിക്കുന്നു. നമ്മൾ നടത്തുകയായിരുന്നു. ഇനി നമ്മുടെ GST നമ്മൾ ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നതായിട്ടുള്ള കംപ്ലയിൻറ്റ് GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ചില കംപ്ലയിൻറ്റ്. GST വന്നപ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്സ്. ഞാൻ PSC ചെയർമാനാണ്. ഓക്കെ, PSC ചെയർമാൻ. അന്ന് ഞാൻ പറഞ്ഞു, പാർലമെൻറ്റിൽ പറഞ്ഞു, കമ്മിറ്റി പറഞ്ഞു, തെറ്റായ സമീപനമാണ്. ലോകത്തൊരു സ്ഥലത്ത് 6 തട്ടിലുള്ള GST ഇല്ല. 2 തട്ടിൽ 2% and 6%. ഇത് 6 തട്ടിലാണ് കൊണ്ടുവന്നത്. അതാണ് മെയിൻ ഇഷ്യൂ. അല്ല, അത് തുടങ്ങി. അപ്പോൾ ആ GST കൊണ്ടുവന്ന സന്ദർഭത്തിൽ വ്യക്തതയോടുകൂടിയും ക്ലാരിറ്റിയോടുകൂടിയും ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തില്ല. അതും ഇതുപോലെ അർദ്ധരാത്രിയിലാണല്ലോ അതും അനൗൺസ് ചെയ്യുന്നത്. പാർലമെൻറ്റിൽ ചർച്ച നടന്നില്ല. ഫൈനാൻസ് ബില്ലായിട്ട് രാജ്യസഭയിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് കേരളം ഉണ്ടാക്കിയ പ്രശ്നമല്ല. ആ GSTയുടെ സ്ട്രക്ചർ അന്ന് നമ്മൾ പറഞ്ഞത് മാറ്റം വരുത്തുന്നത് എത്ര പ്രാവശ്യം മാറ്റിയിപ്പോൾ? ആ GST സ്ലാബ്സ് എത്രയോ പ്രാവശ്യം മാറ്റിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബേസിക് ഇഷ്യൂ അതല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ GST കോമ്പൻസേഷൻ നിർത്തിയതും. അതെ, അതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. ആ ഘടനയുടെ ഭാഗം. അത് നമ്മൾ വെറുതെ പറയുകയായിരുന്നു, റേസ് ചെയ്യാൻ തോന്നുന്നു. കാരണം അതിൻ്റെ ഫിനാൻസ് അല്ല, അതിൻ്റെ ബിൽ ആ സമയത്ത് തന്നെ നമ്മൾ പറയുന്നത് അതിൻ്റെ ആ ഡിഫറൻസ് അല്ല. അന്നത്തെ സ്ഥിതി അന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല എന്താന്ന്. ഞങ്ങളെ പാർലമെൻറ്റ് റേസ് ചെയ്തതിന് ശേഷമാണ് പാർലമെൻറ്റ് ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ കമ്മിറ്റി ഉണ്ടാക്കിയത്, പരാതികൾ എന്തെന്ന് പരിശോധിക്കും. അന്ന് നമ്മുടെ സെൻട്രൽ കമ്പ്യൂട്ടർ വർക്കിംഗ് അല്ല. അതിൻ്റെയൊക്കെ ഒരു ഫോളോ അപ്പ് ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മാറി 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 വരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മെച്ചപ്പെട്ടൊരു സാമ്പത്തിക സ്ഥിതി വന്നു. നമുക്ക് നമ്മുടെ ടാക്സ് നെറ്റ്വർക്ക്. ആൾക്കാരുടെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒപ്പോസിഷൻ്റെ ഒരു കംപ്ലയിൻറ്റ് 3 ഇഷ്യൂസ് കേരളം കൊണ്ടുവന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് പറയണേ. ഒന്ന്, ബോറോയിങ് നമ്മൾ സമ്മതിക്കുന്നില്ല. ഒന്ന്, GST കോമ്പൻസേഷൻ നിർത്തി. അതേമാതിരി റവന്യൂ ഡെഫിസിറ്റ് ലോൺസ്, അതിൻ്റെ സെസ് കുറച്ച് കൊണ്ടുവരും. പക്ഷേ ഇത് 3 നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ 3 മുമ്പേ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബോറോയിങ്സിന് FRBM ഉണ്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ബില്ല് 3% GDP പോകണം. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ അത്രയും ബോറോ ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. അതേമാതിരി GST കോമ്പൻസേഷൻ ഇത് കഴിഞ്ഞ് നിൽക്കുന്നറിയാം 5 years ഫ്രം 2017 to 2022 ജൂലൈയിൽ നിർത്തി. അത് നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വളരെ അത് ടേപ്പർ ചെയ്ത് കൊണ്ടുവന്ന് കുറച്ച് കൊണ്ട് അതന്നെ ചെയ്തുകൊണ്ട്. പക്ഷേ ഇതിന് 3 വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പം നമ്മൾ കൊണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ടമാനം പൊളിറ്റിക്കൽ
ഒരു ക്യാമ്പയിൻ ആയിരിക്കാം. സ്വാഭാവികമല്ലേ? പക്ഷെ അത് എനിക്ക് തോന്നുന്നു ജനത്തിൻ്റെ ഉള്ളിൽ അത് തെറ്റായിട്ടുള്ളൊരു ധാരണ വരുത്തുന്നുണ്ട്. ഇതൊക്കെ സാധാരണക്കാരൻ എന്താ, അവന് ജോലി കിട്ടണം, അവന് ഭക്ഷണം കിട്ടണം, കിടന്നുറങ്ങാൻ കിടപ്പാടം വേണം. ഇതാണ് അവരുടെ പ്രശ്നം. അവരെ സോഷ്യൽ പെൻഷൻ മറ്റതൊക്കെ മിഡിൽ ലെവൽ ക്ലാസ്സുകളിലാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം. ഇനി വേറൊരു ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത് മാഷിന് വീണ്ടും അതിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഡെവലപ്മെൻ്റൽ ആയതുകൊണ്ട് നമ്മുടെ PSUs നമുക്ക് 100 PSUs ഉണ്ട്. അത് ഇൻഫെക്റ്റ് നഷ്ടമാണ്. എത്ര കൊല്ലങ്ങൾക്ക് ഇപ്പോഴും നഷ്ടമല്ല. നമുക്ക് PSUസിനുണ്ട് 2 സമീപനങ്ങളുണ്ട്. ഒന്ന് സാമൂഹ്യ പ്രതിബദ്ധത. നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്തൊരു കാലഘട്ടമുണ്ട്. സ്വകാര്യ മേഖല വേണം, പൊതുമേഖല വേണം, സമ്മിശ്ര മേഖല വേണം. അതിൽ നിന്ന് മാറി ഇതാണ്ടൊരു സ്വകാര്യവൽക്കരണത്തിലേക്ക് എല്ലാം മാറുക. അത് ഗുണകരമാണോ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എത്ര കാര്യം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? അത് നോക്കണം. അതാണല്ലോ പരിശോധിക്കേണ്ടത്. പൂർണ്ണമായി സ്വകാര്യ മേഖല ഏൽപ്പിച്ചാൽ ഇപ്പം എന്താ ടെലിഫോൺ സിസ്റ്റത്തിൽ എന്താ പ്രശ്നം? അത് ഏതാണ്ട് ടെലിഫോൺ സിസ്റ്റം പ്രൈസ് കുറഞ്ഞു. പക്ഷേ എൻ്റെ മുഴുവൻ പിടിച്ചടക്കാൻ സ്വകാര്യ മേഖല നാളെ അത് മാറും. നാളെ ഇത് ഒരു സ്വകാര്യ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ നാളെ അത് മാറാൻ പാടില്ല. ജനത്തിന് അപ്പോഴും വളരെ ചീപ്പായിട്ട് അല്ല, ഈ ജനം തന്നെ സഫർ ചെയ്യേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ, ഒരു സ്വകാര്യ മേഖല മാത്രം എല്ലാം ഒതുക്കി നിർത്തിയാൽ നാളെ അവർ ആ ഒരു എക്സാമ്പിൾ തെറ്റായിരുന്നു. എന്തായാലും നമ്മൾ റിസീവിങ് കോളിന് പോലും 24 rupees എനിക്ക് പൈസ കൊടുക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇവിടെ ആദ്യം ടെലിഫോൺ വേണ്ടി 1980 ബോംബെയിലെ സമയത്ത് 24 rupees ആണ് കോൾ. പക്ഷേ നമ്മൾ കാണുന്നത് ഇത് രണ്ടിനും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഫങ്ഷനിങ് മെക്കാനിസംസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ലുലൂസ് മാള് വന്നു, സന്തോഷമാണല്ലോ നമുക്കെല്ലാം. പക്ഷെ അതോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിന് ചുറ്റും കൂട്ടിയ ചെറിയ കടകൾ ചെറുതൊന്നുമില്ല. തീർച്ചയായിട്ടും ഇതൊരു കടകൾ എത്ര ഭയങ്കര സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. വലിയ സോഷ്യൽ ഇഷ്യൂ അല്ലേ? അതാരാണ് അതിനെ ഫേസ് അഡ്രസ് ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെന്റ്. നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം ലുലുമാളിനെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് 100 കണക്കിന് കൊച്ചു കൊച്ചു കടകൾ. നമ്മുടെ സ്വാഗതം കുറച്ച് കൂടി വിതരണ ശൃംഖലയിലേക്ക് അദാനി ഗ്രൂപ്പും മറ്റു പ്രൈവറ്റ് ആളുകൾ വരുന്നു. തകരുന്നാല കൊച്ചു കൊച്ചു ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പം ഇതിനൊക്കെ പരിഹാരം കാണണ്ടേ? ഇതൊക്കെ കാണാതെ പോയാൽ ഞാനീ പറഞ്ഞ 2 റെവല്യൂഷൻ. ഒന്ന് മാഷിൻ്റെ റെവല്യൂഷൻ, റൈറ്റ് ടു ഫുഡ്. അതേമാതിരി റെവല്യൂഷൻ ഇൻ്റർനെറ്റ്, റൈറ്റ് ടു ഇൻ്റർനെറ്റ് എല്ലാവർക്കും. രണ്ടും അതിനെ നമ്മൾ കുറ്റം പറയുന്നത്. കാരണം അത് നമുക്ക് റെവല്യൂഷനൈസ് ഇൻ്റർനെറ്റും ഫോണും. അത് ഏതെങ്കിലും ഒരു സ്വകാര്യ മേഖല മാത്രം ഒതുങ്ങുന്നത് അത് വലിയ 3 ജയൻസാണ്. ശരിയല്ല. അത് നമ്മൾ ഗവൺമെൻറ് അവിടെ ഒരു റോളുണ്ട്. ആ ഗവൺമെൻറ് ആ റോളിൽ നിന്ന് കൈയഴിയാൻ ഒക്കത്തില്ല. അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു അംബാനിയുടെ കയ്യിൽ തന്നെ വന്ന് പെടാൻ പോകില്ല എന്നും. ആദിത്യ ബിർളയുണ്ട് അപ്പുറത്ത്. എന്തായാലും സ്വകാര്യ മേഖല മാത്രമാവരുത് ഗവൺമെന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ PSUs നമ്മുടെ കയ്യിൽ 100-100 ചില്ലാൻ നമ്മുടെ PSU അതിന് കുറച്ച് ഷെയർ വിൽക്കാൻ നമുക്ക്. സിയാലിൻ്റെ മോഡല് അത് നമ്മൾ ആലോചിക്കണം. അത് ഒരു കാര്യം, ഇതൊക്കെ പറഞ്ഞാലും കേരളത്തിലെ പിന്നെ വ്യവസായ മേഖലയിൽ സമരമില്ല. പഴയതുപോലെ എല്ലാ ദിവസവും സമരം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ബെന്നിക്കമ്പനി പലയിടത്തിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പൂട്ടിപ്പോയതാണത്. എന്നാൽ അത് ഇന്ന് ഷിപ്പ്യാർഡിലോ FICയിലോ സമരമുണ്ടോ? ഇല്ലല്ലോ. തൊഴിലാളികൾ സഹകരിക്കുന്നു. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു തൊഴിലാളി സമൂഹം. ഷിപ്പ്യാർഡും പ്രൈവറ്റൈസ്ഡ് ആയി ഒരു പോർഷൻ. അതാണ് അതിൻ്റെ കാര്യം. അല്ല, അതുകൊണ്ട് മാത്രമല്ലല്ലോ അവിടുത്തെ തൊഴിലാളികൾ പ്രൈവറ്റ് സെക്ടർ ചോദിക്കും, പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ചോദിക്കുന്നു. ശരിയല്ല. അത്ര അഭിപ്രായത്തിൽ എനിക്ക് യോജിപ്പില്ലാത്ത ആളാണ്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. അവൻ അടിമയല്ല. അവൻ്റെ എഫിഷ്യൻസി റേഷ്യോ ഞാൻ പറയാം. ഷിപ്പ്യാർഡിനാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും എഫിഷ്യന്റ് തൊഴിലാളികളല്ലേ ഉള്ളത്. എഫിഷ്യൻസി മാനേജ്മെന്റ് എഫിഷ്യൻസി അല്ല പ്രൈവറ്റ് ഹോൾഡിംഗ് വരുന്ന സമയത്ത് എന്നെപ്പോലൊരാൾ അങ്ങനെ പ്രൈവറ്റൈസേഷൻ യോജിക്കുന്നില്ല. അത് അപകടമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ബാലൻസ് ചെയ്ത് പോകണം. അതേസമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ മാത്രം പോകേണ്ടതുമല്ല. അപ്പോൾ എന്ത് ചെയ്യും? അതും ആലോചിച്ച് മാർഗം കണ്ടുപിടിക്കണം. അതല്ലാതെ ഇത് എല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്താ ജനങ്ങൾക്കുള്ള കൺട്രോൾ? എന്ത് കൺട്രോൾ ഉണ്ടാകുമ്പോൾ മെജോറിറ്റി സ്റ്റേക്ക് ഗവൺമെൻറ് കീപ്പ് ചെയ്യാമല്ലോ. അപ്പം ഗവൺമെൻറ്റിന് കൺട്രോളോടുകൂടിയുള്ള ഗവൺമെൻറ്റിന് കൺട്രോളുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അല്ലാതെ ഇത് ലാഭക്കച്ചവടമായിട്ട് നമ്മുടെ വ്യവസായ മേഖലയെ മാറ്റാൻ കഴിയില്ല. മാറ്റിയാൽ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. എഫിഷ്യൻസി എന്താണ് ഞാൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒത്തിരി ആൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്.
ഒത്തിരി നാൾ, പക്ഷേ അത് പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കരുത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നമല്ല മാഷെ, KSEB ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മൾ ഇന്ന് എത്ര കാലം ഇത് നിൽക്കും? ആലോചിക്കണം. KSEB എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും, നമ്മുടെ പിന്നെ ട്രാൻസ്പോർട്ട് എങ്ങനെ മെച്ചപ്പെടുത്താൻ മാഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 32,000 crores അതിൻ്റെ നെഗറ്റീവ് നെറ്റ്വർത്ത് നിന്ന് 17,000 crores അതൊക്കെ ഒരു ഒരു Quarter by quarter നമ്മുടെ വികസനത്തിൻ്റെ മേഖലയിൽ എന്തായിരിക്കണം KSEB, എന്തായിരിക്കണം KSRTC എന്ന് നമുക്ക് വ്യക്തതയോടുകൂടി പറയാം. അതെല്ലാം സ്വകാര്യവൽക്കരിക്കലല്ല പരിഹാരം. അതായിരിക്കാം ചിലപ്പോൾ സൊല്യൂഷൻ, കുറച്ചെങ്കിലും. ഇല്ല, എന്നെ പോലാണ് ചോദിക്കുന്ന ആളുകളല്ല ഇതൊന്നും. കേരളയിലും കൊടുക്കണില്ല 39% സ്റ്റേക്ക് പ്രൈവറ്റിന് കൊടുത്ത് പറഞ്ഞു വെച്ചിട്ടില്ല. നമുക്കതിൽ ആവശ്യമുള്ള മേഖലയിൽ സ്വകാര്യ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ ഇതിനൊരു കൺട്രോൾ ഉണ്ടാവണം. അത് കച്ചവടമായിട്ട് മാറും. എനിക്കൊന്ന് മാഷാ ചിന്താഗതി കുറച്ച് മാറ്റേണ്ടി വരുന്നുണ്ട്. എൻ്റെ മാറണമെങ്കിൽ ഞാൻ 10-75 വർഷമായിട്ട് ഇത് കാണുമില്ലേ. CM സ്റ്റീഫനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരോട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ, കരുണാകരനെ പോലെയുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുന്നത്. പക്ഷെ ആ കരുണാകരൻ്റെ ശേഷം ഏതാണ് ഫുൾ 100% ഗവൺമെൻറ് സെക്ടറിൽ വന്നിട്ടുള്ളത്? ഒന്നും വന്നിട്ടില്ല. സിയാലാണെങ്കിലും കിയാലാണെങ്കിലും. CA ആണെങ്കിൽ CA ഗവൺമെൻറ് കൺട്രോളിലല്ലേ, പൂർണ്ണമായ കൺട്രോളർ CAയിലുള്ളത്, ഗവൺമെൻറ്റാണ് കൺട്രോൾ. അവിടെ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല, CAയിൽ ഗവൺമെൻറ് കൺട്രോൾഡ്. അവിടെ ഒരു സ്റ്റേക്ക് അതിപ്പോൾ നമ്മൾ നോക്കണം എങ്ങനെയാണ് മാറ്റങ്ങൾ ലോകം മുഴുവൻ മാറ്റിക്കാൻ പറ്റുന്ന. എന്നെയല്ല മാറ്റുന്നത്, മൈൻഡ് സെറ്റ് മാറ്റണം. എൻ്റെതല്ല, എൻ്റെ അനുഭവത്തിൻ്റെ മൈൻഡ് സെറ്റാണ്. അത് കച്ചവടമാകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം പാവപ്പെട്ട ആളുകൾ ഗുണം ചെയ്യണം, അതിനുള്ള കാഴ്ചപ്പാടുണ്ടാകണം. ലാഭം ഏതെങ്കിലും 5-10 ആളുകൾ. ഇപ്പം ഇന്ത്യൻ എക്കോണമിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വീട്ടിലുണ്ടാവുന്ന 10 പേരുടെ കയ്യിൽ ഇന്ത്യൻ എക്കോണമി ഒതുങ്ങുക. അങ്ങനെ വേണോ വേണ്ടത്? അദാനിയും അംബാനിയും മാത്രമാണോ? എനിക്ക് ഇവരോടൊക്കെ വലിയ ബന്ധമുള്ള ആളാണ്, എത്രയോ വർഷം. പക്ഷേ അങ്ങനെ ഒതുങ്ങി പോകാൻ പറ്റത്തില്ല. അല്ല, അതിപ്പോൾ അങ്ങനെ ഒതുക്കുന്നതല്ല, അത് അവരുടെ മെടുക്കൊണ്ട് അവർ. അല്ല, അവരുടെ മെടുക്ക് മാത്രമല്ല, ഒരു രാജ്യമല്ലേ. രാജ്യത്തിൽ അവർ പുറകിൽ നിന്ന് കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു ഭരണ സിസ്റ്റം പാടാൻ പറ്റില്ല. അല്ല, അതിലെന്തോ ഗവൺമെന്റിന്റെ അതാണ് നോക്കണം. അതാണ് പ്രശ്നം പറയുന്നത്. സ്വകാര്യ മേഖലയുടെ കയ്യിലെല്ലാം ഒതുങ്ങിയാൽ പിന്നെ ഈ ഭരണവും അവരുടെയിലേക്കല്ലേ പോകണം. പഴയ ഏകാധിപത്യത്തിലേക്ക് പോകണോ, രാജാധിപത്യത്തിലേക്ക് പോകണോ? നമുക്ക് അംഗീകരിക്കാം. എനിക്കതൊക്കെ കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ. എനിക്കറിയാം, ഞാൻ ഏകാധിപത്യത്തിലേക്ക് പോകണമെന്ന് പറയുന്ന ആളാണ്, നല്ല ഏകാധിപതിയാണെങ്കിൽ. അത് ഇപ്പോഴും ബ്രിട്ടീഷ് ഭരണം വരണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾ ഇത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചുള്ളൂ, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് യജമാനന്മാർ, അവരാണ് ഭരിക്കേണ്ടത്. ഈ കാണുന്ന മാറ്റങ്ങളുടെ ഗുണഫലം ജനങ്ങളിലാണ്. അതുകൊണ്ട് അംബാനി അദാനി എല്ലാം കുറേ ആളുകളുടെ കയ്യിൽ ഒതുങ്ങുന്നത് ആവരുത്. എനിക്ക് ഇവരോടൊക്കെ വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളാണ്, അവരുടെ പ്രവർത്തന ശൈലി കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ അത് മാത്രമാവരുത്, ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം. അവരുടെ കയ്യിൽ മാത്രം ഇന്ത്യൻ എക്കോണമി ഒതുങ്ങുന്നത്. നമ്മൾ PSUs 100% ഗവൺമെന്റിൽ നിർത്താം. നമ്മൾ 100 PSU മെച്ചപ്പെടണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയോ കമ്മീഷൻസ് വെച്ചു, എത്രയോ സ്റ്റഡീസ്. ആ സ്റ്റഡീസ് വെച്ചിട്ട് അത് പരിശോധിച്ച് അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ സിസ്റ്റമാണ് കാണേണ്ടത്. എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്നത് പൊളിറ്റിക്കൽ മൈൻഡ്. അതാണ് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമാണ്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് എങ്ങനെ എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വല്ല സജഷൻസ് പറയും. ഈ ഫണ്ടിങ്ങിൽ നമുക്ക് പോകാൻ പറ്റില്ല. 4.29 lakh crore ടോട്ടൽ കടം. അതെന്ന് പറഞ്ഞാൽ 37% ഓഫ് GDP. നമ്മൾ അനുവദിച്ചാൽ 29% ആണ് അല്ലേ ഇപ്പോൾ BMLൊക്കെ സംബന്ധിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ ഞാൻ ആ കണക്കിനോടൊന്നും യോജിപ്പില്ല. കണക്ക് പറഞ്ഞല്ല ഭരണം നടത്തിയിട്ടുള്ളത്. ഭരണം നടത്തിലും ചില മോട്ടീവ്സ് ഉണ്ട്. എങ്ങനെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും, എല്ലാവർക്കും എന്താ നമ്മുടെ മോട്ടീവ്, എങ്ങനെ എന്താ മോട്ടീവ്സ്? എല്ലാവരും തൊഴിൽ വേണം, ഭക്ഷണം വേണം. പ്രശ്നമില്ല, പൈസ ഇല്ലാണ്ട് ഭക്ഷണം വേണം. ഇതൊക്കെ അതാ. മറ്റതെല്ലാം മുതലാളിത്തത്തിൻ്റെ സ്വഭാവമാണ്. ആ മുതലാളിത്തത്തിൻ്റെ ഇതൊക്കെ ചിന്തിക്കുന്നത്. പാവപ്പെട്ടവൻ എന്താ സ്ഥിതി? അവനൊന്നും ഭക്ഷണം കിട്ടണം, കിടന്നുറങ്ങാൻ സ്ഥലം വേണം, ഇത്രേ അവനുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ പോലെയുള്ള ആളുകൾ കെ കരുണാകരനോടൊപ്പം CM സ്റ്റീഫനോടൊപ്പം വളർന്നു വന്ന ഒരു തലമുറയുടെ പ്രതിനിധി എന്നതിന് പറയാം. ഇവരുടെ സ്ഥിതി എന്താ? അവരെ രക്ഷപ്പെടുത്താൻ എന്താ മാർഗം? അതല്ല ഇന്ത്യൻ എക്കോണമിയും ഇന്ത്യൻ രാഷ്ട്രീയവും ഏതാനും വീട്ടിലുണ്ടാവുന്ന മുതലാളിമാരുടെ കയ്യിൽ ഒതുക്കണോ? അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യം. കേരളത്തിൽ നമ്മൾ ആലോചിക്കേണ്ടേ അല്ലേ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലേ?
നമ്മളങ്ങനെ വികസനം എന്ന് പറയുമ്പോൾ ഏതാനും പേരുടെ കയ്യിൽ ഒതുങ്ങുന്ന സ്വത്തല്ല, അത് സാധാരണക്കാർക്ക് എത്തണം, പാവപ്പെട്ടവർക്ക് എത്തണം. അപ്പോൾ ഇവിടുന്ന് തന്നെ അതിൻ്റെ സ്റ്റാർട്ട് തുടങ്ങണം അല്ലേ നമുക്ക് കേരളത്തിൽ നിന്ന്. അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം എന്താണ് കമ്മ്യൂണിസത്തിൽ ശരിക്കും പറഞ്ഞു? ശരിക്കുള്ള അഭിപ്രായ വ്യത്യാസം എവിടെയാണ്? കമ്മ്യൂണിസത്തിന് അവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്, പൂർണ്ണമായി നമുക്കെല്ലാം യോജിക്കാൻ കഴിയുന്നവരില്ല. പക്ഷേ കമ്മ്യൂണിസം ചെയ്തൊരു സംഭാവനയുണ്ട്, അത് സാമൂഹ്യ നീതിയാണ്. അല്ല, ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണ് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മൾ കാണുന്ന ഇന്നത്തെ ഡിഫറൻസ് എന്താണ് കണ്ടിട്ടുള്ളത്? ഇന്നത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബേസിക് ഡിഫറൻസ് അവർ രണ്ടും? ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി, നമ്മുടെ ബേസിക് ഡിഫറൻസ് ഇന്ന് മാറി വന്ന രാഷ്ട്രീയ പല പ്രസ്ഥാനം വ്യത്യാസം ഉണ്ടോ? സ്വാഭാവികമല്ല, ഇല്ലാതെ വരില്ലല്ലോ. അല്ല, എന്താണ് വ്യത്യാസം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങൾ മുതൽ ഞാൻ ഇവിടുത്തെ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തീർച്ചയായിട്ടും കോൺട്രിബ്യൂഷൻ ഭയങ്കര വലിയ കോൺട്രിബ്യൂഷൻ്റെ ചെയ്തിട്ട്. പിന്നെ സാധാരണക്കാരാണ്. ഇപ്പം ഞാൻ എൻ്റെ കല്യാണം 1970 അന്ന് ഞങ്ങളുടെ ഒരു പറമ്പൊക്കെ കൃഷി കിടക്കുന്ന ഒരു പുലയാണ് അയ്യപ്പൻ. കല്യാണത്തിന് നിന്ന് അയാൾ ഓടുക. എന്നോട് ഞാൻ പറഞ്ഞു എവിടെ പോകണം? അത് തെങ്ങ് കയറാൻ പോലീസുമായിട്ട് വന്നിരിക്കും മുതലാളിമാർ. ആ ഭൂപരിഷ്കരണ നിയമം ഞാൻ പറയാൻ കാരണം മാറിയില്ലേ? അത് മാറി. അതിനുശേഷം അതുപോലെ ജോലി പ്രശ്നത്തിൽ എല്ലാവർക്കും ഇപ്പം ജോലി കിട്ടുന്ന സ്ഥിതി വന്നല്ലോ. പാവപ്പെട്ടവർക്കും അധികൃത ആളുകൾക്കൊക്കെ ഇന്ന് ജോലി, അവർക്കും അവകാശപ്പെട്ടതാണ് ജോലി, അവർക്കും ഈ പരിഷ്കാരത്തിൻ്റെ ഉടമസ്ഥരാണ് എന്ന നിലയിലേക്ക് വന്നില്ലേ? അതിനൊക്കെ ഉള്ള ഒരു സംഭാവന. മാഷിൻ്റെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇത് 5 years അല്ലേ ഇതിൻ്റെ? അങ്ങനെയില്ല. ഗവൺമെൻറ് ഒരു 5 years എന്തൊക്കെയാണ് അവിടുന്ന് ഞങ്ങൾ ചില അജണ്ട വെച്ചിട്ടുണ്ട്. 5 years വരാൻ പോകുന്ന ഇനീഷ്യേറ്റീവ്സ് എന്തായിരിക്കാം? ഒന്ന് നമ്മൾ ഏറ്റവും 1, 2, 3 എന്ന് പറയാം. 1, 2, 3 നമ്മുടെ ആരോഗ്യരംഗത്ത് നമുക്ക് മുന്നോട്ട് സെൻട്രിൽ നിന്ന് വല്ലതും കിട്ടാൻ എയിംസ്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ടുകളുണ്ട്. എയിംസ് വരണം, നമുക്ക് എയിംസ് കിട്ടണം. എയിംസ് നമുക്ക് കിട്ടണം. ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. എയിംസ് കിട്ടുമോ? 100% കിട്ടാതിരിക്കും, സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെന്താണ് കിട്ടാനുള്ളത് നമുക്ക്? എയിംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പല സെൻട്രിൽ നിന്ന് എന്ത് കിട്ടാണ്ട്? അപ്പം അതനുസരിച്ച് നമുക്ക് സഹായം വരണമല്ലോ. സെൻട്രൽ ഇപ്പോൾ ബീഹാർ അല്ലെങ്കിൽ രാജസ്ഥാൻ, ഛത്തീസ്ഗഡിലൊക്കെ സാമ്പത്തിക സഹായം അവരുടെ വളർച്ചയ്ക്ക് നമുക്ക് അത്ര കിട്ടും. നമ്മൾ കിട്ടില്ല, കാരണം നമ്മൾ വളരെ മുന്നോട്ട് പോയി. അതുകൊണ്ട് അപ്പം നമുക്കപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെ സഹായിക്കാൻ പറ്റും? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ സഹായിക്കാൻ പറ്റും. ഹെൽത്ത് സെക്ടറിലേക്ക്, ഹെൽത്ത് സെക്ടർ ഇന്ത്യയിൽ ലീഡിങ് സ്റ്റേറ്റ് കേരളം തന്നെയാണ്. അതിൽ എയിംസ് കിട്ടുന്നു. എയിംസ് കിട്ടുന്നത് അത് മാത്രം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഇത്രയും നല്ല പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വേറെ സ്ഥലത്തും ഇല്ല. അപ്പോൾ അതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? അത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്. അതല്ല, നമ്മുടെ പ്രോജക്റ്റ് വൈസ് നമ്മൾ പറഞ്ഞ മാതിരി അതിലുള്ള 5 years ഒരു അജണ്ട എന്താണ് കേരളയിലുമായിട്ടുള്ളത്? അതായത് എന്തൊക്കെ കേരളയിൽ കാര്യമായി നമ്മളിപ്പോൾ ബേസിക്കായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം. അതെ, അതിലേക്ക് കേരളയിലുണ്ട്. അതിനകത്ത് ഇപ്പോൾ കേരളയിലുണ്ട്. നമ്മുടെ നദീജല ഇൻലൻഡ് വാട്ടർ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പിന്നെ റോഡുകളുടെ വികസനമുണ്ട്, തീരദേശ റോഡിൻ്റെ വികസനമുണ്ട്. അങ്ങനെയുള്ള സമഗ്രമായ ഒരു വികസനമാണ് സെൻട്രലിൽ നിന്നുള്ളതായിട്ട് കിട്ടാവുന്ന. നമുക്ക് സഹായം ഇല്ലാതെ പറ്റില്ലല്ലോ, അവരുടെ സഹായം കിട്ടണം. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടി സെൻട്രിൽ നിന്ന് വല്ലതും ചെയ്യാം, അങ്ങനെയൊന്നും വരും. അതൊക്കെ പോളിസി മാറ്റേഴ്സാണ്. പോളിസി മാറ്റർ സ്റ്റേറ്റിന് ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൈവറ്റൈസേഷൻ ടോട്ടൽ എഗെയിൻസ്റ്റ് ആണ് തോമസ് മാഷ്. പ്രൈവറ്റൈസേഷൻ മാത്രം പറഞ്ഞാൽ നടക്കത്തില്ല, അത് ഇമ്പോസിബിളാണ്. മാത്രമല്ല, ഒരു വിൽപ്പന ചരക്കാക്കാൻ ഒരു രാജ്യത്ത് പറ്റുമോ? അത് നടക്കത്തില്ലല്ലോ. അങ്ങനെ വളർന്നു വന്നൊരു സംസ്കാരമല്ലേ നമുക്കുള്ളത്. നമ്മുടെ നാളത്തെ ഇന്ത്യ എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്ന് തീരുമാനം അദാനിയും അംബാനിയും അല്ലല്ലോ, അല്ല ജനങ്ങളല്ലേ. അവരുടെ കയ്യിൽ കൊണ്ട് ഇത് കൊടുക്കാൻ പറ്റും എല്ലാം കൂടി. അവർ വേണം, വേണ്ടാത്തരത്തിലല്ല അവരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി മോദി എന്തോ ചെയ്തിട്ടുണ്ടല്ലേ ചെറുതായിട്ട്. മോദിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി അദ്ദേഹം ഈ സ്വകാര്യ മേഖലയുടെ ഒപ്പമാണ്, അവരോട് മാത്രമാണ്. നമ്മുടെ സ്വകാര്യ മേഖലയെ സഹായിക്കുന്നതിലല്ല, അവരോട് മാത്രമാവരുത്. സെൻട്രൽ PSUs ഒക്കെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ. PSUs ഇമ്പ്രൂവ് ചെയ്യട്ടെ. നമ്മുടെ PSUs പ്രശ്നം നമുക്കും അതുപോലെ നമ്മുടെ PSUs മാറണമെന്ന അഭിപ്രായമൊന്നുമില്ല. നമ്മുടെ PSU നന്നാവണം. അതിനെന്തൊക്കെ ചെയ്യണം. അതിന് തൊഴിലാളി സംഘടനകളുടെ സ്വഭാവത്തിൽ മാറ്റം വരണം, ഭരണത്തിൽ മാറ്റം വരണം. എന്ത് മാറ്റം വരാം? അല്ല, ഭരണത്തിൽ കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. അത് ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഇത്തരം എല്ലാവർക്കും കൂടിയുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ മാറി ഗവൺമെൻറ് വരുന്നു.
അവരെന്ത് ഈ പ്രാവശ്യമാണ് രണ്ടാമതും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നത്. അപ്പം വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ പൊതുസമൂഹത്തിൻ്റെ നമുക്ക് ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വികസനം, വിദ്യാഭ്യാസ രംഗത്തുള്ള വികസനം, ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വരുമ്പോൾ ഉള്ള ഫിഷറി സെക്ടർ, നമ്മുടെ ഏറ്റവും വലിയ സെക്ടറിലൊന്ന് ഫിഷറി സെക്ടറാണ്, ടൂറിസം സെക്ടർ, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഇതെല്ലാം നമ്മുടെ വളർച്ചയുടെ ഒരു തട്ടുകളാണല്ലോ. അത് ഓക്കെ. ഞാൻ ലാസ്റ്റായിട്ട് പേഴ്സണൽ ക്വസ്റ്റ്യൻ, പൊളിറ്റിക്സ് ഒന്നുമില്ല, തിരിഞ്ഞു നോക്കുമ്പോൾ ലുക്കിംഗ് ബാക്ക് ശരിക്കും ഹാപ്പിയാണോ? ഒരു ചോദ്യം. 100%. കാരണം ഞാൻ സന്തുഷ്ടമായൊരു കുടുംബമാണ്. എന്തെങ്കിലും തിരുത്തെന്ന് തോന്നിയിട്ടുണ്ടോ പൊളിറ്റിക്കലിയോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരുത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മളിത് മുന്നോട്ട് പോകുന്നു. പാളിച്ചകൾ പറ്റാം, തെറ്റുകൾ പറ്റാം, അതോടൊപ്പം മുന്നോട്ടുള്ള യാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖിക്കാനൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഏത് സ്റ്റെപ്പ്? എത്രയോ ക്രിറ്റിസിസം കേട്ടു. അങ്ങനെ പറയാൻ പറ്റും ഏതെങ്കിലും? 100 CIAയിൽ വന്നപ്പോൾ എന്തായിരുന്നു പരാതി? മാഷ ആ പ്രദേശം മുഴുവൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന കരുണാകരന് വേണ്ടി. നമ്മൾ 1 സെന്റ് ഭൂമിയുണ്ടോ? പിന്നെ പൈപ്പിന് എറണാകുളം പാലം വന്നപ്പോൾ അവിടെ മാഷ് ഇതുപോലെയൊക്കെ വാങ്ങിച്ചിട്ട് മാഷാണ് പിന്നെ ഇപ്പം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ പരാതികളൊക്കെ നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെ LDF ആയിട്ട് ബന്ധപ്പെടുന്നതിന് വല്ല പരാതി മാഷിനോട് ധൈര്യം ചോദിക്കാം. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കോൺഗ്രസ്സുകാരൻ. അന്നും ഞാൻ പറഞ്ഞു, എന്നോട് CPM ചേരാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പരിചയസമ്പത്ത്, ഡൽഹിയിലുള്ള 10-40 വർഷത്തെ പരിചയസമ്പത്ത്, അത് വളരെ ന്യൂട്രൽ ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത്. നെക്സ്റ്റ് UDF വിളിച്ചാലും പോവാം. അങ്ങനെ അതപ്പോൾ അന്ന് ഓരോന്നും ഓരോ സമയത്തിൻ്റെ തീരുമാനിക്കരുത്. ഇപ്പോൾ എൻ്റെ സമീപനം എന്താ? ഈ കേരളത്തിൻ്റെ മുന്നോട്ട് പോകുന്നതിൽ ഈ ഗവൺമെൻറ്റുമായി സഹകരിക്കാം. ഇനി പാർലമെൻ്ററി പൊളിറ്റിക്സ് ഇല്ല, അത് നേരത്തെ ഞാൻ പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിലില്ല. നമ്മൾ മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ടും ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മതി, ഇത്രയ്ക്കായി, അത് മതി. ഇപ്പോൾ നമുക്ക് വേറൊരു രംഗത്തേക്ക് വന്നിരിക്കുന്നു. അത് UDF ഒരു സപ്പോർട്ടിന് ഇതേമാതിരി ഒരു മാഷിൻ്റെ ഈ എക്സ്പെർട്ടീസും സ്കില്ലൊക്കെ വെച്ച് സപ്പോർട്ടിന് വിളിച്ചാൽ പോകാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ നാളെ ആകാശം ഇടിഞ്ഞ് വീഴുന്നും പറഞ്ഞ് ഇപ്പം നമുക്ക് അല്ല, ഇപ്പോൾ UDF ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം. കാരണം ഇത് വാർത്ത കൊടുക്കാൻ വേണ്ടിയാ. പിന്നെ UDF വിളിച്ചാലും പോകുമെന്ന് പറഞ്ഞു നാളെ വരാൻ പോകുന്ന അതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഇന്നത്തെ മീഡിയ സാഹചര്യത്തിലും നമുക്ക് അനാവശ്യമായ അടുത്ത ക്വസ്റ്റ്യന് വേണ്ടി LDF വളരെ ഹാപ്പിയാണ് എല്ലാ പ്രവർത്തനങ്ങളും. ഞാൻ ഡൽഹിയിലും പിണറായി ഗവൺമെന്റിന് പറയാൻ പറഞ്ഞ ഏത് തിരുത്ത് പറയാൻ പറ്റും? ഇപ്പോഴത്തെ പിണറായി ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കാൻ? ഏത് കാര്യത്തിൽ? പിണറായി ഗവൺമെന്റ് ഇന്നത്തെ പോക്കിൽ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കാൻ? മുന്നോട്ട് പോവല്ലേ ഗവൺമെന്റ്, മുന്നോട്ട് പോവല്ലേ? എന്തെങ്കിലും സജഷൻ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള സജഷൻ. അങ്ങനെ പ്രത്യേകം ഗവൺമെന്റ് മുന്നിൽ ചില പോളിസികൾ എടുത്തിട്ടുണ്ട്. അത് ഈ രാജ്യത്തിന്, ഈ സംസ്ഥാനത്തിൻ്റെ വികസനമാണ്. പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കുക, ഭവന നിർമ്മാണം, ലൈഫ് സ്കീം, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു. അതൊക്കെ നടപ്പിലാക്കി, പെൻഷൻ സ്കീമുകളുള്ള നടപ്പിലാക്കി മുന്നോട്ട് പോകുക. പെൻഷൻ കൊടുത്തിട്ടില്ല. അല്ല, അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകണം. Okay then, thanks Thomas Marshall. All the best.